കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് 287 ദിവസമായുള്ളൊരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു വലിയ വാർത്തയാണ് ബഹിരാകാശത്ത്. നമുക്കറിയാം സുനിത വില്യംസ് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുള്ളൊരു വനിതയാണ്. അതിനപ്പുറത്ത് വലിയ വാർത്തകൾ. അത് മനോരമ പത്രങ്ങളിലേക്ക് തന്നെ പോകാം. മനോരമ വളരെ മനോഹരമായ ഒന്നാം പേജ് അത് ലേഔട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡിങ് കൂടി, തലവാചകം കൂടി വളരെ മനോഹരമാണ്. വിണ്ണൈ താണ്ടി നീവ, ഒരു സിനിമ ഡയലോഗ് പേരിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ പേര് വരുന്നത്. വിണ്ണൈ താണ്ടി നീവ എന്ന് പറയുമ്പോൾ അത് 287 ദിവസത്തെ വലിയ കാത്തിരിപ്പിനെ വലുതായി തന്നെയാണ് പറയുന്നത്. ഒന്നാം പേജ് മുഴുവൻ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. മനോഹരമായ ചിത്രം, അത് വലിയ ഇൻഫോഗ്രാഫിക്സിൽ വിശദമായി തന്നെ ഇത് കൊടുക്കുന്നു. ഏതാണ്ട് 7-8 മൊഡ്യൂളുകളിലായി അത് കൊടുക്കുന്നതിനെ മനോരമ അതിനെ വലിയ രൂപത്തിൽ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 യാത്രാപേടകം ബഹിരാകാശ നിലയം വിടും. നാളെ പുലർച്ചെ 3:30 ഭൂമിയിൽ. വളരെ വിശദമായ വാർത്തകൾ. ഒന്നാം പേജിൽ തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിനെ ഇൻട്രോ ഇങ്ങനെയാണത്, അത് വായിക്കാതെ പോകാൻ നിർവാഹമില്ല. ഗ്രീസിൻ്റെ ഇതിഹാസക്കാരനായ ഹോമർ എഴുതിയ ഒഡീസിയിൽ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഗ്രീക്ക് നായകൻ ഒഡീസിയൂസ് ജന്മനാടായ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തുന്നതാണ് പ്രമേയം. അതിൽ തുടങ്ങി പിന്നീട് ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ വലിയ സാധ്യതകൾ, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നു. ഇനി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നതിൻ്റെ സാധ്യതകളെയും അത് വിശകലനം ചെയ്തുകൊണ്ടാണ് ഒന്നാം പേജ് മനോരമ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഡിസൈൻ ഒരുപക്ഷെ കുറച്ച് നാൾക്ക് ശേഷം മലയാളത്തിലെ ഒരു മാധ്യമ രംഗത്ത് ആ രൂപത്തിലുള്ള ഡിസൈനിങ് അങ്ങനെ ആയിരുന്നു എന്ന് വേണം കാണാൻ. അത് കേരളകൗമുദി കുറച്ചും കൂടി, കേരളകൗമുദി ഒന്നാം പേജ് മുഴുവൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഡിസൈൻ നന്നായിട്ടുണ്ട്, വാർത്തകൾ നന്നായിട്ടുണ്ട്, ഭൂമിയിലേക്കുള്ള പ്രയാണം അതൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്നാം പേജിൽ മനോരമയേക്കാൾ ഒന്നുകൂടി ഇൻഫോഗ്രാഫിക്സ് നിറയ്ക്കാൻ കേരളകൗമുദി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സുനിതയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതായത് ഈ ബഹിരാകാശത്ത് പോകുന്ന ആളുകൾ അവരെന്തിനാണ് പോകുന്നത്, ഒരുപക്ഷെ വലിയ വിവരങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ എന്നൊക്കെ നമുക്കറിയാം. ബഹിരാകാശ യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിക്കുന്നതാണ്. പക്ഷേ ഇതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ എന്ത് മെച്ചം എന്ന രൂപത്തിലുള്ള ചർച്ചകൾക്കുള്ള ഒരു ഉത്തരം കൂടി കൗമുദി ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട്. സുനിതയ്ക്ക് ലഭിക്കുന്ന 9 മാസത്തെ പ്രതിഫലം എത്രയാണെന്നൊക്കെ വളരെ വിശദമായി ഏതാണ്ട് 1.06 കോടിക്കിടയിൽ ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടി വിവരങ്ങൾ നിറഞ്ഞതാണ്. ഭൂമിയിൽ അവർക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അതായത് ഇത്രയും ദിവസം ബഹിരാകാശത്ത് നിന്ന ഒരാൾ ഭൂമിയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചും പറയുന്നുണ്ട്. എല്ലാ പത്രങ്ങളും വളരെ വിശദമായി പറയുന്നുണ്ട്. സുപ്രഭാതം ഒന്നുകൂടി വിശദമാക്കിയാൽ അത് നാസ ടിവിയും നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റും നാസ യൂട്യൂബ് ചാനലും ഇതൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നൊരു വിവരം കൂടി കൊടുക്കുന്നുണ്ട്. അത് ഈ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ അതിനെ വളരെ വിശദമായി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ.